ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. വോട്ടെടുപ്പിന് ഇനി 11 ദിവസം മാത്രം. NDA പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാലക്കാടും തൃശൂരുമെത്തും. മലപ്പുറത്ത് LDF പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രചാരണത്തിനായി നാളെ സംസ്ഥാനത്തെത്തും. പശ്ചിമേഷ്യൻ സംഘർഷം ഉയർത്തുന്ന വെല്ലുവിളികളെ രാജ്യം ഒരുമിച്ചു നിന്ന് മറികടക്കണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പെട്രോൾ, ഡീസൽ ലഭ്യതയിലെ പ്രതിസന്ധി നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്നും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഹോം വോട്ടിംഗ് പ്രക്രിയ നാളെ ആരംഭിക്കും. സമൂഹമാധ്യമം വഴിയുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മീഡിയ സർട്ടിഫിക്കേഷൻ നിർബന്ധമാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ഓശാന ഞായർ. സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. വോട്ടെടുപ്പിന് ഇനി 11 ദിവസം മാത്രം. NDA പ്രചാരണത്തിനായി മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ഉച്ചതിരിഞ്ഞ് 2 മണിയോടെ കേരളത്തിലെത്തും. പാലക്കാട് കോട്ട മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. തുടർന്ന് തൃശൂരിലെത്തുന്ന ശ്രീ മോദി 50,000-ഓളം പാർട്ടി പ്രവർത്തകർ പങ്കെടുക്കുന്ന റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് പാലക്കാടും തൃശൂരും സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. തൃശൂർ ജില്ലയിലെ 13 നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളും പ്രധാനമന്ത്രിക്കൊപ്പം ഈ റോഡ് ഷോയിൽ അണിനിരക്കും. ഏതാണ്ട് 4:15 റോഡ് ഷോ ആരംഭിക്കുന്നിടത്തേക്ക് പ്രധാനമന്ത്രി എത്തിച്ചേരും. തൃശൂർ ജില്ലാ ആശുപത്രിക്ക് മുൻവശത്തു നിന്നും റോഡ് ഷോ ആരംഭിച്ച് നഗരം ചുറ്റി ബിനി ഹെറിറ്റേജിന്റെ മുൻവശമാണ് റോഡ് ഷോ സമാപിക്കുക. നാടിളക്കിയുള്ള പ്രചാരണത്തിന് തുടക്കമിട്ട് മുന്നണി സ്ഥാനാർത്ഥികൾ നീങ്ങുകയാണ്. കത്തുന്ന വേനൽ ചൂടിലും പ്രചാരണ ചൂട് ഒട്ടും കുറയാതെ നീങ്ങുകയാണ് ഓരോ സ്ഥാനാർത്ഥികളും. ഇടതുമുന്നണി സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും തൃശൂരിലെത്തിച്ചിരുന്നു. ഇനി വരും ദിവസങ്ങളിലാണ് UDF സ്ഥാനാർത്ഥികൾ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി ദേശീയ നേതാക്കളുമായി തൃശൂരിലേക്ക് എത്തിച്ചേരാൻ ഒരുങ്ങുന്നത്. എന്തായാലും തൃശൂരിന്റെ മണ്ണിൽ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ഇത്തവണ മാറ്റുരയ്ക്കാൻ പോകുന്നത്. സംസ്ഥാന ദേശീയ നേതാക്കളെ പ്രചാരണ പരിപാടികളിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തങ്ങളുടെ വിജയം ഉറപ്പിക്കുന്നതിനുള്ള തിരക്കിലാണ് ഓരോ മുന്നണികളും. LDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് മലപ്പുറം ജില്ലയിൽ പര്യടനം നടത്തുകയാണ്. തിരൂർ, പൊന്നാനി, തവനൂർ, പെരിന്തൽമണ്ണ മണ്ഡലങ്ങളിൽ അദ്ദേഹം പ്രചാരണ യോഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. UDFനായി ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി നാളെ കോട്ടയത്ത് പ്രചാരണത്തിനെത്തും. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ ഇന്ന് എറണാകുളം ജില്ലയിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഏപ്രിൽ 9-നാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. 890 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 2.71 കോടി വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. മെയ് 4-നാണ് വോട്ടെണ്ണൽ. പശ്ചിമേഷ്യൻ സംഘർഷം ഉയർത്തുന്ന വെല്ലുവിളികളെ രാജ്യം ഒരുമിച്ചു നിന്ന് മറികടക്കണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും നിലവിൽ യുദ്ധം നടക്കുന്ന പ്രദേശം രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങളുടെ പ്രധാന കേന്ദ്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. പെട്രോൾ, ഡീസൽ ലഭ്യതയിൽ ലോകമെമ്പാടും പ്രതിസന്ധി നേരിടുന്നതായി പറഞ്ഞ അദ്ദേഹം ഇത് നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്നും വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളിലെ 1 കോടിയിലധികം വരുന്ന ഇന്ത്യക്കാർക്ക് എല്ലാത്തരം സഹായങ്ങളും നൽകുന്ന ഗൾഫ് ഭരണകർത്താക്കൾക്ക് ശ്രീ മോദി നന്ദി അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിന്റെ യോദ്ധാക്കൾ എന്നതിനു പുറമെ സ്വയം പര്യാപ്ത ഭാരതത്തിന്റെ ശക്തമായ അടിത്തറയാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ചൂണ്ടിക്കാട്ടി. ഫിഷറീസ് മേഖലയിൽ നടക്കുന്ന നൂതന സംരംഭങ്ങളെക്കുറിച്ച് പരാമർശിച്ച അദ്ദേഹം ലക്ഷദ്വീപിലെ മിനിക്കോയിൽ നിന്നുള്ള ഹാവ ഗുൽസാറിന്റെ വിജയകഥയും മൻ കി ബാത്തിൽ പങ്കുവച്ചു. ഒരു മത്സ്യസംസ്കരണ യൂണിറ്റ് നടത്തിയിരുന്ന അവർ ഒരു കോൾഡ് സ്റ്റോറേജ് യൂണിറ്റ് കൂടി സ്ഥാപിച്ചതുവഴി വലിയ വിജയം സ്വന്തമാക്കിയതായി പറഞ്ഞ പ്രധാനമന്ത്രി അമ്മമാരുടെയും സഹോദരിമാരുടെയും ദൃഢനിശ്ചയമാണ് ഇത് തെളിയിക്കുന്നതെന്നും അഭിപ്രായപ്പെട്ടു. मेरे प्यारे देशवासियों, हमारे मछुआरे भाई बहन सिर्फ समुद्र के योद्धा नहीं है, बल्कि वे आत्मनिर्भर भारत के एक मजबूत नींव भी है. लक्षद्वीप में मिनिकॉय की हावा गुलजार जी की कहानी हमारी माताओं बहनों की अद्भुत संकल्प शक्ति को सामने लाती. दरअसल वे एक फिश प्रोसेसिंग यूनिट चलाती थी, लेकिन उन्हें लगा कि उनके पास एक अच्छा कोल्ड स्टोरेज हो तो वे और बेहतर कर सकती है.
इसलिए उन्होंने कोल्ड स्टोरेज यूनिट लगाने का फैसला किया। आज यही उनकी ताकत बन चुका है। अब वे बेहतर प्लानिंग के साथ कारोबार कर पा रही है। രാജ്യത്തെ ജനങ്ങൾ ജലസംരക്ഷണത്തോടുള്ള പ്രതിബദ്ധത പുതുക്കേണ്ട സമയമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ ഓർമ്മിപ്പിച്ചു. ജലപ്രതിസന്ധി പരിഹരിക്കുന്നതിനായി വിവിധയിടങ്ങളിൽ കമ്മ്യൂണിറ്റി തലത്തിൽ ശ്രമങ്ങൾ നടക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനൊപ്പം വിത്തിനങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം മൻ കി ബാത്തിൽ വിശദമാക്കി. ലോകം കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള വെല്ലുവിളികളെ നേരിടുമ്പോൾ പരിഹാരമാർഗ്ഗങ്ങൾ അകലെയല്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വീടുകളുടെ മേൽക്കൂരകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ വൈദ്യുതി ബില്ലിൽ ലാഭമുണ്ടാക്കാനും സോളാർ സംരംഭകരായി മാറാനും സാധിച്ച നിരവധി പേരെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. എല്ലാവരും ശാരീരികക്ഷമതയിൽ ശ്രദ്ധ ചെലുത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പഞ്ചസാരയുടെയും പാചക എണ്ണയുടെയും ഉപയോഗം കുറയ്ക്കണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് 100 ദിവസത്തിൽ താഴെ മാത്രം ശേഷിക്കെ ലോകമെമ്പാടും യോഗയോടുള്ള താൽപര്യം ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഹോം വോട്ടിംഗ് പ്രക്രിയ നാളെ ആരംഭിക്കും. 85 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൌരന്മാർ, 40%-ലധികം ഭിന്നശേഷിയുള്ളവർ, കിടപ്പു രോഗികൾ എന്നിവർക്ക് വോട്ടവകാശം വിനിയോഗിക്കുന്നതിനാണ് ഇത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏപ്രിൽ 5 വരെ ഉദ്യോഗസ്ഥർ അപേക്ഷകരുടെ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തും. സ്ഥാനാർത്ഥികളുടെ സമൂഹമാധ്യമം വഴിയുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മീഡിയ സർട്ടിഫിക്കേഷൻ നിർബന്ധമാണെന്ന് അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ PB നൂഹ്. സർട്ടിഫിക്കേഷൻ ഇല്ലാതെ സമൂഹമാധ്യമ അക്കൌണ്ടിലൂടെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഉള്ളടക്കങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാധ്യമങ്ങളിൽ പരസ്യം പ്രസിദ്ധീകരിക്കും മുൻപ് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി നിർബന്ധമാണ്. ഇതിനൊപ്പമാണ് സാമൂഹ്യ മാധ്യമ പ്രചാരണത്തിനും സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കുന്നത്. പശ്ചിമബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട 3ാമത്തെ സപ്ലിമെന്ററി വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. ഇന്നലെ രാത്രിയോടെയാണ് പട്ടിക പുറത്തിറക്കിയത്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ UAE, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ വ്യാവസായിക കേന്ദ്രങ്ങളിൽ ഇറാൻ ഇന്ന് ശക്തമായ ആക്രമണം നടത്തി. US സൈനിക സ്ഥാപനങ്ങളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ഇന്നലെ മാത്രം 20 മിസൈലുകൾ, 37 ഡ്രോണുകൾ എന്നിവയെ തടഞ്ഞതായി UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ടെഹ്റാൻ അടക്കം ഇറാന്റെ തന്ത്രപ്രധാനമായ മേഖലകളിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. നിരവധി ഇറാനിയൻ സേനാ കമാൻഡർമാരെ വധിച്ചതിനു പുറമെ ആയുധ നിർമ്മാണ സംഭരണശാലകൾ നശിപ്പിക്കാൻ സാധിച്ചെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. അതിനിടെ യമനിലെ ഹൂതി വിമതർ ഇസ്രായേലിനെതിരെ വീണ്ടും ആക്രമണം നടത്തിയത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാന ചരക്കു നീക്കപാതകളിൽ ഒന്നായ ബാബൽ മണ്ടേബ് കടലിടുക്കിന്റെ സമീപ പ്രദേശങ്ങളുടെ നിയന്ത്രണം ഹൂതികൾക്കാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം പരിഹരിക്കുന്നതിന് സംയുക്തവും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ളതുമായ മാർഗ്ഗങ്ങൾ അനിവാര്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ മുതിർന്ന മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്ത അനൌപചാരിക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഊർജ്ജ വിതരണത്തിലുള്ള വെല്ലുവിളികൾ, അവശ്യവസ്തുക്കളുടെ ആഭ്യന്തര ലഭ്യത എന്നിവ അവലോകനം ചെയ്യുന്നതിനാണ് യോഗം ചേർന്നത്. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശന സ്മരണകൾ ഉയർത്തി ഇന്ന് ഓശാന ഞായർ. ദേവാലയങ്ങളിൽ കുരുത്തോലകൾ കൈയിലേന്തി വിശ്വാസികൾ പ്രദക്ഷിണം നടത്തി. സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഓശാനയോടനുബന്ധിച്ച് പ്രത്യേക പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ കുർബാന എന്നീ ശുശ്രൂഷകൾ നടന്നു. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ രാവിലെ 6:30 ആരംഭിച്ച ചടങ്ങുകളിൽ മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലീമിസ് കാത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികനായി. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെയും ഉയിർത്തെഴുന്നേൽപ്പിനെയും അനുസ്മരിപ്പിക്കുന്ന വിശുദ്ധ വാരാചരണത്തിന്റെ തുടക്കം കൂടിയാണ് ഓശാന ഞായർ. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കും. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ 6 വിക്കറ്റിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. വോട്ടെടുപ്പിന് ഇനി 11 ദിവസം മാത്രം. NDA പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാലക്കാടും തൃശൂരുമെത്തും. മലപ്പുറത്ത് LDF പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രചാരണത്തിനായി നാളെ സംസ്ഥാനത്തെത്തും. പശ്ചിമേഷ്യൻ സംഘർഷം ഉയർത്തുന്ന വെല്ലുവിളികളെ രാജ്യം ഒരുമിച്ചു നിന്ന് മറികടക്കണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പെട്രോൾ, ഡീസൽ ലഭ്യതയിലെ പ്രതിസന്ധി നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്നും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഹോം വോട്ടിംഗ് പ്രക്രിയ നാളെ ആരംഭിക്കും. സമൂഹമാധ്യമം വഴിയുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മീഡിയ സർട്ടിഫിക്കേഷൻ നിർബന്ധമാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ.
വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ഓശാന ഞായർ സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.